ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഇരു ടീമുകളുടെയും കോമ്പിനേഷൻ എന്തായിരിക്കും, ഒപ്പം തന്നെ ഫാൻറ്റസി പിക്ക് എന്തായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, DRS എന്നുള്ള രീതിയിൽ, ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള, അതിൻ്റെ ഉത്തരം എന്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ 3 രഞ്ജി ട്രോഫി ടീമുകളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ പേരിൽ കളിക്കുന്ന ടീമാണ്. അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൂനെയാണ്. പൂനെയിൽ ഇപ്പോൾ ഒരു T20 മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടീമുകളൊന്നായിട്ടുള്ള മുംബൈയാണ്. മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണെന്ന് നമുക്കറിയാം. ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാരായ കളിക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മുംബൈ. മറ്റൊരു ടീമാണ് വിദർഭ എന്ന് പറയുന്ന ടീം. ഈ വിദർഭ എന്ന് പറയുന്ന രഞ്ജി ട്രോഫിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. വിദർഭ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ, അല്ലെങ്കിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഒരുപാട് രാജവംശങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നിലനിന്നിരുന്നു നമുക്കറിയാം. ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലൊരു രാജവംശം ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ രാജവംശം ഉണ്ടായിരുന്നു, മലബാറിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ നാഗ്പൂർ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രാജവംശങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ടീമുകൾക്കൊക്കെ രഞ്ജി ട്രോഫിയിൽ അവസരം കൊടുത്തിരുന്നത്. അന്ന് സംസ്ഥാനങ്ങളൊന്നും രൂപപ്പെട്ട് വരുന്നതിന് മുമ്പായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഗുജറാത്ത് നോക്കുകയാണെങ്കിൽ, ഗുജറാത്ത് എന്നുള്ള പേരിൽ ഒരു രഞ്ജി ട്രോഫി ടീമുണ്ട്. സൗരാഷ്ട്ര എന്ന് പറയുന്ന പേരിൽ മറ്റൊരു രഞ്ജി ട്രോഫി ടീമുണ്ട്. അതൊക്കെ ഈ രാജവംശങ്ങളുടെ ഒരു ബേസിൽ വന്ന ടീമുകളാണ്. പിന്നീട് ബറോഡ എന്ന് പറയുന്ന ഒരു ടീം നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്ന ടീമുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നാഗ്പൂരിലാണ്. അവിടെയാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 2008 ഈ സ്റ്റേഡിയം പണി കഴിപ്പിച്ചത്. അതിനുശേഷം ഒരുപാട് ഏകദിന മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നാഗ്പൂരിലെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഒരു നല്ല ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം അറിയപ്പെടുന്നത്. കാരണം അവിടെ നടന്നിരിക്കുന്ന വൺ ഡേ മാച്ചുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല മാച്ചുകളിലും 350 റൺസ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം സ്കോർ ചെയ്യുകയും പിന്നീട് അത് ചേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി ഏകദേശം 2 സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കാണ് അവിടെ എന്നുള്ളതാണ്. ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. അപ്പോൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മണി എന്ന് പറയുന്നത് നമുക്കറിയാം വൈകുന്നേരം ഒരു 5:40 6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും രണ്ടാമത്തെ ഇന്നിങ്സിന് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറങ്ങ് കഴിയുമ്പോഴായിരിക്കും ഈ ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഒരു 7-7:30 മണിയാകുമ്പോഴാണ് മഞ്ഞ് വീഴ്ച ആരംഭിക്കുന്നത്. ഇതൊരു ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ മഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു പിച്ച് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ടോട്ടലി നമ്മൾ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ മത്സരം ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ പിച്ച് കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് ജയിക്കുന്ന ടീം ചേസ് ചെയ്യാനാണ് സാധ്യത. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞിൻ്റെ എഫക്റ്റ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ബാറ്റിംഗ് ഈസി ആവും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ രണ്ടാമത് ബാറ്റ് ചെയ്യാനായിരിക്കും 2 ടീമുകളും ശ്രമിക്കുക എന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വിക്കറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും. ആ സമയത്ത് സ്പിന്നർമാർക്ക് നല്ല റോള് വഹിക്കാനുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 8-9 മാച്ചുകൾ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പല മാച്ചുകളിലും 350 വീതം സ്കോർ ചെയ്ത് ഇന്ത്യ അത് ചേസ് ചെയ്തിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായിട്ടുള്ള ഓസ്ട്രേലിയയുമായിട്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു ചേസ് നടത്തിയിട്ടുള്ളത്. വിരാട് കോഹ്ലിയുടെ ഒരു നല്ല കാലഘട്ടം 2013 എന്നൊക്കെ പറയുമ്പോൾ വിരാട് കോഹ്ലി കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചേസ് മാസ്റ്റർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. ആ ഒരു സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 ടീമുകളുടെയും കോമ്പിനേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ വൺ ഡേ മാച്ചുകൾ വരുമ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കണ്ട T20 പരമ്പരയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ടീമിൽ വന്നിട്ടുണ്ട്. രോഹിത് ശർമ്മ തിരിച്ചു വന്നിരിക്കുന്നു, രവീന്ദ്ര ജഡേജ വന്നിരിക്കുന്നു, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇങ്ങനെ നിരവധി താരങ്ങളാണ് ഈ വൺ ഡേ മാച്ചിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്
കളിക്കുന്നതെന്നാണ്. കാരണം ഈ ഒരു വൺ ഡേ മാച്ചിന്, ഈ 3 മാച്ചുകളുടെ ഒരു പരമ്പരയാണ്, ഇതിനെ ഇന്ത്യ വളരെ സീരിയസ്നെസ്സോട് കൂടിയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കളിക്കാൻ പോകുന്ന മത്സരങ്ങളെല്ലാം തന്നെ ദുബായിലാണ്. അപ്പോൾ അത് ആരംഭിക്കുന്നത് ഈ മാസം 19-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് മാച്ച് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു മാച്ചസ് ആയിട്ടാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, ഈ ഒരു മത്സരത്തിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സിന് തയ്യാറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏതൊക്കെയായിരിക്കണം കോമ്പിനേഷൻസ്, ആരൊക്കെയായിരിക്കണം കളിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അവസാന തീരുമാനമെടുക്കുന്ന അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നത് ഈ 3 മാച്ചുകളിലൂടെ ആയിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നമുക്കറിയാം, ജസ്പ്രീത് ബുംറ ഇപ്പോൾ ഈ ഒരു 3 മത്സരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയമാകുമ്പോഴേക്കും ഫിറ്റായിട്ട് തിരിച്ചു വരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രിലിമിനറി മാച്ചുകൾ അവിടെയും നഷ്ടപ്പെട്ടേക്കാം എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഒരു ടീമിലേക്ക് നമ്മൾ വരുമ്പോൾ നല്ല ഒരു ടീമിനാണ് ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഒരു നിരയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ ഈ T20 പരമ്പര കളിച്ചതിൽ നിന്ന് ഒരേ ഒരു വ്യത്യാസം മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. അവരുടെ ലെഗ് സ്പിൻ ഒരു ബൗളറായിട്ട് അല്ലെങ്കിൽ ലെഗ് സ്പിൻ ബാറ്ററായിട്ടുണ്ടായിരുന്ന രഹാൻ അഹമ്മദ് എന്ന് പറയുന്ന താരത്തിനെ മാറ്റി അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് മാറ്റിയിട്ട് പകരമായിട്ട് ജോ റൂട്ടിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ജോ റൂട്ട് എന്ന് പറയുന്നത് ഈ വൺ ഡേ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടെ ഏറ്റവും മികച്ച താരമാണ്. അവരുടെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു താരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിന് നല്ല ഒരു ഡെപ്ത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നോർമലി അവരുടെ ഈ 2 ഫോർമാറ്റിലും അദ്ദേഹം സ്ഥിര സാന്നിധ്യമാണ്. T20 ക്രിക്കറ്റിൽ മാത്രമാണ് അദ്ദേഹം കളിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 2 ടീമുകളുടെയും ഒരു പ്ലേയിങ് 11 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ടീമിൽ ഈ T20 കണ്ടതുപോലെ തന്നെ ഫിൽ സോൾട്ടും ബെൻ ഡക്കറ്റും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ബാറ്റ് ചെയ്യാൻ വരിക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ഡൗൺ പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ടും ജോ റൂട്ട് ബാറ്റിങ്ങിന് വരാൻ സാധ്യതയുണ്ട്. 2 ഡൗൺ പൊസിഷനിൽ ഒന്നില്ലെങ്കിൽ ബ്രൂക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ 2 പൊസിഷൻ, അതായത് 2 ഡൗൺ 3 ഡൗൺ പൊസിഷൻ ഇവർ രണ്ടുപേരുമായിരിക്കും. പിന്നെ ഒരു 4 ഡൗൺ പൊസിഷനിൽ നമ്പർ 6 പൊസിഷനിൽ ലിയാം ലിവിങ്സ്റ്റൺ ആയിരിക്കും ബാറ്റ് ചെയ്യാനുണ്ടാവുക. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ 2 ഓൾറൗണ്ടർമാർ അവരുടെ ടീമിലുണ്ട്. ഒന്ന് ജാമി ഓവർട്ടണുണ്ട്, ബ്രൈഡൻ കാസുമുണ്ട്. അതിലേതെങ്കിലും ഒരാളെ മാത്രമായിരിക്കും അവർ കളിപ്പിക്കുക. എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ബ്രൈഡൻ കാസിനെ കളിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്പർ 8 പൊസിഷനിൽ സ്പിന്നറായിട്ട് ആദിൽ റഷീദ് ഉണ്ടാവും. കാരണം അവരുടെ ടീമിലുള്ള ഒരേ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് ആദിൽ റഷീദാണ്. പിന്നെ വരുന്നത് 3 ഫാസ്റ്റ് ബൗളർമാരാണ്. അത് ജോഫ്ര ആർച്ചർ ഡെഫിനറ്റ് ആയിട്ട് കളിക്കും. മാർക്ക് വുഡ് ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ട് കളിക്കും. ഒപ്പം തന്നെ മറ്റൊരു ഫാസ്റ്റ് ബൗളർ, അത് അറ്റ്കിൻസനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വേറെ സാക്കിബ് മുഹമ്മദാണ് ടീമിലുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഒരു പ്ലേയിങ് 11 എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് 11ലേക്ക് വരുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് T20 ഫോർമാറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലേയിങ് 11 ആണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഓപ്പണിംഗ് സ്ലോട്ടിൽ ഡെഫിനറ്റ് ആയിട്ടും രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ്, അദ്ദേഹം തന്നെയായിരിക്കും. അതുപോലെ ഓപ്പൺ ചെയ്യുന്നത് ശുഭ്മാൻ ഗിൽ ആയിരിക്കും. ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു റിസർവ് പ്ലെയർ ആയിട്ടുള്ളത് യശസ്വി ജയ്സ്വാളാണ്. പക്ഷേ ശുഭ്മാൻ ഗിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പൊസിഷനിൽ കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, നല്ല ആവറേജ് ആണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി 1 ഡൗൺ പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ടും വിരാട് കോഹ്ലി ആയിരിക്കും. കാരണം 2023 ലോകകപ്പിൽ, ഏകദിന ലോകകപ്പിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം, ആ ടൂർണമെൻറ്റിൽ തന്നെ ഹയസ്റ്റ് റൺ ഗെറ്റർ ആയിരുന്നു വിരാട് കോഹ്ലി. അദ്ദേഹം കളിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. 2 ഡൗൺ പൊസിഷനിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും. അതും ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. 3 ഡൗൺ പൊസിഷനിൽ, അതായത് നമ്പർ 5 പൊസിഷനിൽ ആരായിരിക്കും എന്നുള്ളതാണ്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ KL രാഹുൽ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ഋഷഭ് പന്തും ഉണ്ട്. ഇതിൽ 2 പേരിൽ KL രാഹുലിന് ആദ്യത്തെ ഒരു ലെവലിൽ നറുക്ക് വീഴുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഋഷഭ് പന്ത് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്പർ 6 പൊസിഷനിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ വരും. പിന്നെ നമ്പർ 7, നമ്പർ 8 പൊസിഷനാണ്. ഈ പൊസിഷനിൽ 2 ഓൾറൗണ്ടർമാരായിരിക്കും. അത് ഒന്നിൽ രവീന്ദ്ര ജഡേജ കളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒപ്പം അക്ഷർ പട്ടേൽ ആയിരിക്കുമോ അതോ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോഴും അവിടെ 2 സ്പിന്നർമാരെ നമ്മുടെ ടീമിലുണ്ട്. ഒന്ന് കുൽദീപ് യാദവ് ആണ്, മറ്റൊന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ്. ഇതിൽ വരുൺ ചക്രവർത്തി ഇപ്പോൾ ടീമിലേക്ക് ആഡ് ചെയ്താണ് അദ്ദേഹത്തിനെ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാളായിരിക്കും കളിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അക്ഷർ പട്ടേലിന് പകരം ആ ഒരു നമ്പർ 8 പൊസിഷനിൽ ഇതിൽ 2 പേരെയും കളിപ്പിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ 2 പേരെയും കളിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ വരെ ഉണ്ടാവുള്ളൂ. പിന്നീടുള്ള 4 പേര്
ബൗളർമാരായിട്ട് മാറും എന്നുള്ളതാണ്. അതിന് ഇന്ത്യ തയ്യാറെടുക്കുമോ അതോ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനായിട്ട് 8ാമത്തെ പൊസിഷനിൽ അക്ഷർ പട്ടേലിനെ നിയോഗിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ അക്ഷർ പട്ടേൽ ടീമിൽ വരികയാണെങ്കിൽ 2 സ്പിന്നർമാരിൽ ഒരാൾ മാത്രമേ കളിക്കുള്ളൂ, കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി. ഇനി 2 ഫാസ്റ്റ് ബോളർമാരാണ്. ഇനീഷ്യലി ഉള്ള ഒരു മത്സരത്തിൽ അർഷദീപ് സിംഗ് ഡെഫിനറ്റ് ആയിട്ടും കളിക്കും, ഒപ്പം തന്നെ മുഹമ്മദ് ഷമിയും കളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് 10 ഓവർ എറിയാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് പരീക്ഷിക്കാനുള്ള അവസാനത്തെ ഒരു 3 മത്സരമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുംറ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കുന്തമുന എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് മുഹമ്മദ് ഷമി തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കായികക്ഷമത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പരീക്ഷണം നടത്താനുള്ള അവസാന ഒരു ഇതായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് പോവാം. ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ട് നിരയിൽ ഡെഫിനറ്റ് ആയിട്ടും ജോസ് ബട്ട്ലറിനെ ഞാൻ ഈ ടീമിലേക്ക് എടുക്കുകയാണ്, ഒപ്പം തന്നെ ജോ റൂട്ടിനെ എടുക്കുകയാണ്. ജോ റൂട്ട് എന്ന് പറയുന്നത് 1 ഡേ മത്സരങ്ങളിൽ നല്ല ഒരു പ്ലെയറാണ്. അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് എടുക്കുകയാണ്. ഒപ്പം തന്നെ ലിയാം ലിവിങ്സ്റ്റൺ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബാറ്റ് കൊണ്ട് കുറച്ച് റൺസ് നേടും, ഒപ്പം തന്നെ ഇതൊരു ഏകദിന മത്സരമായതുകൊണ്ട് അദ്ദേഹം ബോൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് ഒരു സ്പിന്നറേ ഉള്ളൂ സ്പെഷ്യലിസ്റ്റ്, അത് ആദിൽ റഷീദാണ്. അപ്പോൾ ആദിൽ റഷീദിൻ്റെ കൂടെ ബോൾ ചെയ്യാനുള്ള ഒരു മിഡിൽ ഓവേഴ്സിൽ 11 ഓവർ മുതൽ 40 ഓവർ വരെയുള്ള സമയത്ത് ബോൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ 1-2 വിക്കറ്റൊക്കെ നേടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫാന്റസി പിക്കിൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ലിയാം ലിവിങ്സ്റ്റനെ ഞാൻ ഒരു പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ ആഫ്റ്റർ ഓൾ ഡെഫിനറ്റ് ആയിട്ടും ആദിൽ റഷീദ് ഡെഫിനറ്റ് ആയിട്ട് ടീമിൽ ഉണ്ടാവണം, കാരണം ഒരു സ്പിന്നർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ 4 പേരാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒരു ബൗളറായിട്ട് ജോഫ്ര ആർച്ചറിനെയും തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ഈ 5 പേരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഞാൻ ശുഭ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം ശുഭ്മാൻ ഗില്ല് ഒരു നല്ല ബാറ്ററാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ഔട്ട് ഓഫ് ഫോം ആണ് എന്നുള്ളതൊന്നും നോക്കണ്ട. വൈറ്റ് ബോൾ ക്രിക്കറ്റ് വരുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം 2023 നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം എപ്പോൾ വേണമെങ്കിൽ നല്ല ഫോമിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് നമ്പർ 4 പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന ശ്രേയസ് അയ്യറാണ്. ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെയും തിരഞ്ഞെടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട, ഇപ്പം ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു, ഇനി ഒരാൾ എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അത് വരുൺ ചക്രവർത്തി ആണെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ കുൽദീപ് യാദവ്. ഇതിൽ ഏതെങ്കിലും ഒരാളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ടും ആരെങ്കിലും ഒരാൾ ആ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആരാണോ 11ൽ കളിക്കുന്നത് അദ്ദേഹത്തിനെ നിങ്ങളും തിരഞ്ഞെടുക്കുക. പിന്നെ രവീന്ദ്ര ജഡേജ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഡിപ്പാർട്ട്മെന്റിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ അദ്ദേഹത്തിനെയും നമുക്ക് ഈ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്താം. അർഷദീപ് സിംഗ് ഇന്ത്യയുടെ ഏകദിന ഫോർമാറ്റിലെ ഒരു സ്ഥിരം പ്ലെയർ അല്ല, പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഈ ഫോർമാറ്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഞാൻ ഈ ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ഇതാണ് എൻ്റെ ഒരു 11 പേരുടെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത്. ഇനി DRS, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ഡെയിലി റിവ്യൂ സിസ്റ്റത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബൗളർ ബോൾ ചെയ്യുന്ന സമയത്ത് ഒരു ബാറ്റർ ഡക്ക് ചെയ്യുന്നു. ഡക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു കളയുന്നു. ആ സമയത്ത് ബോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടതിന് ശേഷം, അതായത് ഹെൽമെറ്റിൽ കൊണ്ടതിന് ശേഷം നേരെ ബൗണ്ടറിക്ക് പുറത്ത് സ്റ്റേഡിയത്തിലാണ് പോയി വീഴുന്നത്. അപ്പോൾ അത് റൺസ് കൊടുക്കുമോ, അത് ബൗണ്ടറി ആയിരിക്കുമോ, 6 ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം, അല്ലെങ്കിൽ അത് ഡെഡ് ബോൾ ആയിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്, ഈ ചോദ്യം ചോദിച്ച സമയത്ത് ഒരുപാട് കമൻറ്റ് അതിൻ്റെ താഴെ വന്നിരുന്നു. ആ കമൻറ്റുകളിൽ ചിലർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അത് ബൗണ്ടറി ആണ്, ചിലർ പറഞ്ഞു അത് 6 ആണ്, ചിലർ പറഞ്ഞു അത് ഡെഡ് ബോൾ ആണ്, ചിലർ പറഞ്ഞു അതൊരു ബൈ 6 ആണ്, ചിലർ പറഞ്ഞു ബൈ ബൗണ്ടറി ആണ്, ലെഗ് ബൈ 6 ആണ്, ലെഗ് ബൈ 4 ആണ്. ഇങ്ങനെയുള്ള നിരവധി ആൻസറുകൾ ഇതിൻ്റെ താഴെ വന്നിരുന്നു. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അതൊരു ലെഗ് ബൈ ബൗണ്ടറി ആണ് എന്നുള്ളതാണ്. അതായത് 4 റൺസാണ് കൊടുക്കുക, അത് ലെഗ് ബൈ ആയിട്ടാണ് അവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു സംശയം, ഇതിൽ ചോദിച്ച പല ചോദ്യങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കാലിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ അമ്പയർമാർ റൺസ് അനുവദിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഡെലിബറേറ്റ് ആയിട്ട് പാഡ് ചെയ്യാന്ന് പറയും. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധപൂർവമായിട്ട് നമ്മൾ കാല് കൊണ്ട് കളിക്കുന്നതിനെയാണ് ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാഡ് ചെയ്യാന്ന് പറയും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്താണ് അത് റൺസ് കൊടുക്കാത്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡക്ക് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഒരു അപകടകരമായ രീതിയിൽ നമ്മുടെ തലയ്ക്ക് നേരെ വരുന്നു. അപ്പോൾ നമ്മൾ അത് വിട്ട് കളയാൻ വേണ്ടി കുനിഞ്ഞു കളയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഇത് നമ്മുടെ തലയിൽ കൊള്ളുന്നത്. അങ്ങനെ കൊള്ളുന്ന സമയത്ത് അത് ഡെലിബറേറ്റ് ആയിട്ട്, നമ്മൾ ആ ബോളിനെ തട്ടിയകറ്റാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൽ റൺസ് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരെ പോയിട്ട് ഇത് സ്റ്റേഡിയത്തിലല്ലേ പതിച്ചത്, അപ്പോൾ എന്തുകൊണ്ടാണ് 6 കൊടുക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ 6 കൊടുക്കണമെങ്കിൽ ക്രിക്കറ്റിൽ
നിയമം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബാറ്റിൽ നിന്ന് ബോൾ പോകണം, അല്ലെങ്കിൽ ഗ്ലൗവിൽ കൊള്ളണം. ഈ രണ്ടിടത്ത് കൊള്ളുമ്പോഴാണ് നമ്മൾ റൺസ് ബാറ്റർക്ക് അനുവദിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാറ്റിലും കൊണ്ടിട്ടില്ല, ഗ്ലൗവിലും കൊണ്ടിട്ടില്ല, നേരെ തലയിലാണ് ബോൾ കൊണ്ടിരിക്കുന്നത്, ഹെൽമെറ്റിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്റിലും ഗ്ലൗവിലും കൊള്ളാത്തത് കൊണ്ട് തന്നെ തലയിൽ കൊണ്ട് ബൗണ്ടറിക്ക് പുറത്ത് നേരെ ബൗണ്ടറി ലൈനിൻ്റെ പുറത്ത് പോയി വീണാൽ പോലും അത് 4 റൺസ്, അതായത് ഒരു ബൗണ്ടറി ആയിട്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ക്രിക്കറ്റിലെ നിയമം പറയുന്നത്. അതും ലെഗ് ബൈ ആയിട്ടാണ് കണക്കാക്കുക. സ്കോർ ഷീറ്റിൽ എഴുതുന്ന സമയത്ത് 4 റൺസ് ലെഗ് ബൈ എന്നുള്ളതാണ് എഴുതുക. ഒരു ബോളായിട്ട് അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഡെഡ് ബോൾ ആയിരിക്കില്ല, നോ ബോളും ആയിരിക്കില്ല, 4 റൺസ് മാത്രമാണ് അവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ DRSൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം അടുത്ത വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നതാണ് DRSുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.